മക്കളെ, നമ്മളിതാ ആനുവൽ എക്സാമിന് അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാഠങ്ങളൊക്കെ പഠിച്ചു തീർക്കാനും പഠിപ്പിച്ചു തീർക്കാനുമുള്ള തിരക്കിലാണ് എല്ലാവരും അല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒഴിവാക്കി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, ഏത് ചാപ്റ്ററിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ബയോളജി എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 20 മാർക്ക് കിട്ടിയാലാണ് ബയോളജി നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. ക്രിസ്മസ് എക്സാമിന് കുറേ പേര് 20 വാങ്ങിച്ചിട്ടുണ്ട്, എന്നാൽ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടാതെ പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, 8ാം ക്ലാസ്സിലെ ബയോളജിയിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് കയറുമ്പോഴത്തേക്കും പുതിയ സിലബസ് പഠിക്കാൻ പോകുന്നവരാണ്. ഇപ്പോഴത്തെ 9ാം ക്ലാസ്സിലെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച 8ാം ക്ലാസ്സിലെ പോലെയല്ല, കുറച്ചുകൂടെ ഹയർ ടേംസുകളും കുറച്ചുകൂടെ വാസ്റ്റ് ഏരിയകളും പഠിക്കുന്നതാണ്. ഈ ഒരു ആനുവൽ എക്സാമിന് നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. മാത്രമല്ല തോൽപ്പിക്കാനുള്ളൊരു ചാൻസും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം വെറുതെ പഠിച്ചാൽ പോരാ, കോൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹൗ, നമ്മൾ എങ്ങനെ പഠിക്കണം. രണ്ടാമത്തേത് വാട്ട്, എന്ത് പഠിക്കണം. മൂന്നാമത്തേത് ഏത് രീതിയിലാണ് ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നമ്മുടെ ബയോളജി ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ഏത് സബ്ജക്റ്റ് എടുത്താലും ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പഠിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാൻ നല്ലൊരു എൻവയോൺമെന്റ് ചൂസ് ചെയ്യുക, നല്ലൊരു സ്റ്റഡി ടേബിളും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ, ഒരു ശല്യപ്പെടുത്തുകളും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി എൻവയോൺമെന്റ് നിങ്ങൾക്ക് വേണം. അതുകൂടാതെ തന്നെ നിങ്ങൾ വളരെ രീതിയിൽ വെറുതെ വായിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാനെന്ന് നിന്നാൽ നമ്മുടെ പഠിത്തമൊന്നും ശരിയാവാൻ പോകുന്നില്ല. കുറച്ചുകൂടെ എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഷോർട്ട് നോട്ട്സ് ആക്കി പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം നമ്മളവിടെ കുത്തിക്കയറ്റാൻ നോക്കിയാലും അത് അങ്ങനെ ഒന്നും കയറില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു. ഈ മറന്നതിനെ വീണ്ടും റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്ന സമയം തന്നെ ചെറിയ ക്യാപ്സ്യൂൾ നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നത്. ഇത്തരത്തിൽ ചെറിയ നോട്ട് ഉണ്ടാക്കുന്നത് പിന്നീട് നിങ്ങളൊന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ആ നോട്ട് എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ ചെറിയ ഫ്ലാഷ് കാർഡ്സ് എടുക്കുകയാണെങ്കിൽ ആ ഫ്ലാഷ് കാർഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിത്രം കാണുന്നു, സെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഇനി അതല്ലെങ്കിൽ അടുത്ത ഫ്ലാഷ് കാർഡ് എടുക്കുന്നു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആരാണ് എന്താണ് എന്നുള്ള ചെറിയൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അതായിരിക്കും നമ്മുടെ മനസ്സിൽ, അത് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തോളും. ഇനി ഈ രീതിയിൽ ഷോർട്ട് നോട്ട് ആക്കി പഠിക്കുക, കളർഫുൾ ആക്കിയിട്ട് പഠിക്കുക എന്നുള്ളത് ബെസ്റ്റ് മെത്തേഡാണ്. ഇനി എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ആനുവൽ എക്സാമിന് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്ന വൈ ക്ലാസിഫിക്കേഷൻ, ഡൈവേഴ്സിറ്റി, വൈവിധ്യം, അതുപോലെ തന്നെ ഫോർത്ത് കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ അല്ലെ, റീപ്രൊഡക്ഷന്റെ ഭാഗങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സും പഠിച്ചതിന് ശേഷം പാർട്ട് 1 ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങൾ വരേണ്ടത്. സോ ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയ മെത്തേഡുകൾ ഫോളോ ചെയ്ത് പോവുക. ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സുകളിലേക്കും നിങ്ങൾ വരിക. നമ്മുടെ ബാച്ചിൽ എൻഡ് ഗെയിം റിവിഷൻ നടക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും റിവിഷൻസ് ആണ് വളരെ ക്രിസ്പായിട്ട്, അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് പഠിച്ചതിൻ്റെ പോലെ തന്നെ അതിലും കൂടുതൽ എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്ത് നമ്മൾ ആനുവൽ എക്സാമിനെ നേരിടും. മാത്രമല്ല അടുത്ത 9ാം ക്ലാസ്സിലെയും നമ്മൾ ബെസ്റ്റ് സ്ട്രാറ്റജീസ് ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതിനുള്ള ബേസിക് കാര്യങ്ങളും നിങ്ങൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുക. അപ്പം നമുക്കൊരു ടീമായിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് ആനുവൽ എക്സാമിനെ നേരിടാം. അപ്പോൾ എല്ലാവരും ഇതിന് റെഡി ആണെങ്കിൽ കമന്റ് ബോക്സിൽ റെഡി എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി. സോ സീ യു സൂൺ, നെക്സ്റ്റ് വീഡിയോ, ബൈ.